Good afternoon, everyone. I am Shruti Suresh. Today's prayer. Heavenly Father, thank you for the gift of education. As I prepare for my studies, I ask for your strength and focus. Help me to stay motivated, overcome distractions, and persevere through challenges. May my efforts be fruitful and may I always strive to learn and grow. Thank you. Okay, good afternoon. Welcome, Mowgli writer. Okay, നമ്മൾ എവിടെ വരെ എടുത്തത്? സൈക്കോളജിക്കൽ ഡയമെൻഷൻസ് വരെയാണോ എടുത്തത്? സിമിലർ എടുത്തു കഴിഞ്ഞതാ? എത്തിക്കൽ ആൻഡ് കൺസിഡറേഷൻ ഓഫ് വാല്യൂ ഡയമെൻഷൻസ് എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞോ? ആരുടെ ടോപ്പിക് ആയിരുന്നു അത്? ആരുടെ ടോപ്പിക് ആയിരുന്നു? രേവതി എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ. രേവതി എടുത്തായിരുന്നു അത് ഇല്ലല്ലേ? ഓർമ്മയുണ്ടാവുന്നേക്കോ? കഴിഞ്ഞ ക്ലാസ്സിൽ കയറി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? തോന്നുന്നു രേവതി കുറച്ചെടുത്തു മാം. അപ്പൊ നെറ്റ് ഇഷ്യൂസ് കാരണം ഫുൾ എടുക്കാൻ പറ്റിയില്ല. അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറഞ്ഞു. ആവുന്നുണ്ടായിരുന്നില്ല അല്ലേ? ശരിയാ. ഓക്കെ, നമുക്ക് പിന്നെ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പിന്നീട് എടുക്കാം. നെക്സ്റ്റ് നോക്കുന്നത് ഇന്റർവെയിനിങ് കമ്പോണൻസ് ഓഫ് വേരിയബിൾസ് ആണ് കേട്ടോ. എല്ലാവർക്കും PDF ക്ലിയർ ആയിട്ട് കാണാലോ? ഇപ്പൊ കമ്പോണൻസ്, ഇന്റർവെയിനിങ് കമ്പോണൻസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ് നോക്കാം. Teacher and student interaction in the classroom depends on several components or variables. These are known as intervening components or variables. The following are the main intervening variables of classroom management. So, എന്താണ് intervening components എന്ന് പറയുന്നത്? എന്തായിരിക്കും? സ്റ്റുഡന്റ് ക്ലാസ്റൂം ടീച്ചർ ഇന്ററാക്ഷൻ അല്ലെ? സ്റ്റുഡന്റ് ടീച്ചർ ഇന്ററാക്ഷൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർവെയിനിങ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലാസ് റൂമിനെ എഫക്ട് ചെയ്യുന്നത്, അതായത് ഒരു ക്ലാസ് ടീച്ചറും സ്റ്റുഡന്റും തമ്മിൽ ഒരു ഇന്ററാക്ഷൻസ്, ആ ഇന്ററാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്തെല്ലാം കമ്പോണൻസുകൾ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോ
നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെ വേരിയബിൾസ് ആണ് അതിൽ, എന്തൊക്കെ കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. പേജ് നമ്പർ 20. പേജ് നമ്പർ 20. പേജ് നമ്പർ 20 കേട്ടോ. ഫസ്റ്റ് നമുക്കറിയാം ഒരു ക്ലാസ് റൂമിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് നോക്കുന്നത്, സബ്ജക്റ്റ് ആണ് അല്ലെ. സബ്ജക്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങൾ, ഏത് ടോപ്പിക് ഏത് സബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ടേംസ് ഉണ്ടാവും, കോൺസെപ്റ്റുകൾ ഉണ്ടാവും, ഫാക്ട്സ് ഉണ്ടാവും, പ്രിൻസിപ്പിൾസ്, തിയറീസ്, വെർബൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ആ പ്രിൻസിപ്പിൾസും തിയറീസും ഉപയോഗിക്കുന്ന വെർബൽ ലാംഗ്വേജസുകൾ, പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ഏതാണോ ഒരു സബ്ജക്ട് നമ്മൾ പഠിപ്പിക്കുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെ. അത് ഏതുതരം ടോപ്പിക്, ഏതുതരം സബ്ജക്റ്റ് ആണെങ്കിലും എന്താണ് അതിലൊരു കണ്ടന്റ് ഉണ്ടാവും, ഒരു ടോപ്പിക് ഉണ്ടാവും, അതിൽ പ്രിൻസിപ്പിൾസ്, തിയറീസ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെത്തേഡ്സുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഇന്റർവെനിങ് കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ. നെക്സ്റ്റ് ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷനിലെ ടീച്ചറെയും സ്റ്റുഡന്റിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു കമ്പോണന്റ് ആണ് എന്താ, ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ നടത്തുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി ഇവാലുവേഷൻ അപ്രോച്ചസിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. മൂന്ന് ഡൊമൈൻ നമുക്ക് ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ. 3 ഡൊമൈൻ ഏതൊക്കെയാണത് ഓർമ്മയുണ്ടോ? 3 ഡൊമൈൻസിനെ കുറിച്ച് പഠിച്ചത് അപ്രോച്ചസിൽ. ഏതൊക്കെ ഡൊമൈൻ ഉണ്ട് നമുക്ക്? 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ. ഒന്ന് കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ അല്ലെ. ഓർമ്മയുണ്ടോ ഇവാലുവേഷൻ അപ്രോച്ച് പഠിച്ചത്? ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമി ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? പിജിക്കാർക്ക് നല്ല അടി കിട്ടാറായിട്ടുണ്ട്. ഇല്ല, 3 ഡൊമൈൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? 3 മാനദണ്ഡങ്ങൾ നമ്മൾ ഇവാലുവേഷൻ അപ്രോച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അന്ന് ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ കേട്ടോ. 3 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസ് മുറിയിൽ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. അതായത് ക്ലാസ് റൂമിൽ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ലക്ഷ്യങ്ങൾ കടന്നു പോകുന്ന ഇതിൽ കൂടിയാണ്, ഈ 3 ഡൊമൈൻസിൽ കൂടെയാണ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻ. ഈ 3ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് റൂം ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന മെയിൻ കമ്പോണൻസിൽ ഒന്നാണ് എന്താ, ടീച്ചിങ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ, strategies or methods of teaching are teacher controlled instruction, learner controlled instruction and ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂമിൽ നമ്മുടെ ഇത് ഇന്ററാക്ഷൻ ആണ് കേട്ടോ. ഇത് 3 എന്താണ് ഈ സ്ട്രാറ്റജിക് മെത്തേഡ്. അതായത് ക്ലാസ് റൂം ഒരു അധ്യാപിക പഠിപ്പിക്കുന്നതിന് മുൻപായിട്ട് എന്താണ്, ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്, ഏത് സ്ട്രാറ്റജീസ് ആണ് ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഏത് തരം മെത്തേഡ്സ് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. ഒന്നല്ലെങ്കിൽ എന്താണ്, TCA ആയിരിക്കും നോക്കുന്നത്, അത് ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പൊ അവിടെ ആരായിരിക്കും മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ക്ലാസ് റൂം? ടീച്ചർ കൺട്രോൾ ഇൻസ്ട്രക്ഷനിൽ ടീച്ചർ ആയിരിക്കും അല്ലെ. ടീച്ചർ ആയിരിക്കും മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്നത്. ലേണർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിലോ LCI ആരായിരിക്കും? സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചസ് ആയിരിക്കും അവിടെ വരുന്നത്. ദെൻ ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ. എന്താണ് ആക്ഷൻ ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ? അല്ലെങ്കിൽ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ആക്ഷൻ ഓർ ഗ്രൂപ്പ് കൺട്രോൾഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരായിരിക്കും? കുട്ടികളെ നമ്മള് ഗ്രൂപ്പുകളാക്കിയിട്ടാണ്, സ്റ്റുഡൻസിന് തന്നെയാണ് അവിടെ പ്രാധാന്യം വരുന്നത് അല്ലെ. കുട്ടികളെ ഗ്രൂപ്പ് സെക്ഷൻസ് ആക്കിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, പഠനം സാധ്യമാക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇന്റർവെനിങ് കമ്പോണൻസിലെ 3ാമത് വരുന്ന കമ്പോണന്റ് ആണ് എന്താ, ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ അല്ലെങ്കിൽ മെത്തേഡ്സുകൾ. പ്രധാനമായിട്ടും നമുക്ക് 3 മെത്തേഡ്സ് ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്നതാണ്. TCA ആയിരിക്കും, അല്ലെങ്കിൽ LCA ആയിരിക്കും, അല്ലെങ്കിൽ GCA ആയിരിക്കും. എക്സ്പാൻഷൻ അറിയാലോ അതിന്റെ, അവിടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ 3 മെത്തേഡ്സിൽ ഏതെങ്കിലും ആയിരിക്കുള്ളൂ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? LCA ആണ്, അല്ലെങ്കിൽ GCA ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. ലേണർ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. ഇനി ക്ലാസ് റൂമിലെ നെക്സ്റ്റ് ഒരു ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന അടുത്ത കമ്പോണൻസ് അല്ലെങ്കിൽ അടുത്തൊരു വേരിയബിൾ ആണ് എന്താ, ടെക്നിക് ആൻഡ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിംസ് ഓഫ് യെസ്, അതായത് ഫണ്ടമെന്റൽ
പ്രിൻസിപ്പിൾസ് ആണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽ എക്സ്പെരിമെന്റൽ പ്രിൻസിപ്പിൾസ്, അതായത് ഒരു ടീച്ചിങ്ങിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട കുറച്ച് പ്രിൻസിപ്പിൾ തത്വങ്ങളുണ്ട്. അത് ഒരു ഒത്തിരി ഉണ്ട്, നിങ്ങളൊരു 4 ബേസിക് ആയിട്ടുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക, ഒന്ന് നോട്ട് ചെയ്ത് പെട്ടെന്ന് പോകണം കേട്ടോ, പെട്ടെന്ന് നോട്ട് ചെയ്യണേ. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ടീച്ചിങ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആ ഒരു ടീച്ചിങ് ബേസ്ഡ് പ്രിൻസിപ്പിളുകളാണ്, അല്ലെങ്കിൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് തത്വങ്ങളാണ് എന്ത് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്, ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണെന്നൊന്ന് നോട്ട് ചെയ്തേ. മാക്സിംസ് ഓഫ് ടീച്ചിങ് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് പെട്ടെന്ന് എഴുതാം. ടീച്ചർ പറയുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് കേട്ടോ. ഫസ്റ്റ് വൺ, known to unknown. Known to unknown. KNOW. Known. Known to KNOWN. Known to unknown. UN. Unknown known അറിയാലോ എഴുതാനായിട്ട്. KNOWN. unknown. UNKNOWN കേട്ടോ. known to unknown എഴുതിയോ? യെസ്, ഫസ്റ്റ് മാക്സിമം ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത്? നോൺ ടു അൺനോൺ എന്ന് പറയുന്നത് എന്താണ്? അറിയുന്നതിൽ നിന്ന് അതിൽ നിന്നും അറിയാത്തതിലേക്ക് അല്ലെ. എക്സ് ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് എന്ന് എഴുതിയാലും മതി നിങ്ങൾ. ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ്. അപ്പൊ അറിയുന്ന നോളജ്, നമ്മളിപ്പോ ഒരു കുട്ടീനെ പഠിപ്പിക്കുമെന്ന് ആദ്യം അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും അല്ലെ. അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടാണ് എന്താണ് അറിയാത്തൊരു കാര്യത്തിലേക്ക് അവർ എത്തിച്ചേർക്കുന്നത്. ശരിയല്ലേ? Yes, that is known to unknown എന്ന് പറയുന്നത് കേട്ടോ. ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് എന്ന് വേണമെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിക്കോളൂ. ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ്, അറിവുള്ളതിൽ നിന്ന് അറിവില്ലാത്തതിലേക്ക്. അതാണ് ഫസ്റ്റ് മാക്സിമം ഓഫ് ടീച്ചിങ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? യെസ് മാം. യെസ്. നെക്സ്റ്റ് മാക്സിംസിൽ വരുന്ന പ്രിൻസിപ്പിൾ ആണ് സിമ്പിൾ ടു കോംപ്ലക്സ്. സിമ്പിൾ ടു കോംപ്ലക്സ്. Simple to complex. അതൊന്ന് നോട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് വിത്ത് ബേസിക് കോൺസെപ്റ്റ്സ്. സ്റ്റാർട്ട് വിത്ത് ബേസിക് കോൺസെപ്റ്റ്. സ്റ്റാർട്ട് വിത്ത് ബേസിക് കോൺസെപ്റ്റ്സ് before taking harder ones. Before taking harder, 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 കഠിനമായ എന്നുള്ള മീനിങ് കേട്ടോ. harder ones. ONES. Before taking TAKING, taking harder ones, HARDER, harder ones. Ma'am, start with basic concept Before taking harder ones. Correct ആണോ? ആരാ ചോദിച്ച? ശ്രുതിയാണോ? ഞാനാ മാം. യെസ്. അപ്പൊ എന്താണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത്? നമ്മുടെ അതിന്റെ മെയിൻ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പറയാം അല്ലെ. നമ്മള് സിമ്പിൾ ടു കോൺസെപ്റ്റ് എന്ന രീതിയിലാണ്, അതായത് ഏറ്റവും സിമ്പിൾ ആയ ചോദ്യങ്ങളായിരിക്കും ആദ്യം വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ എന്താണ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെവലിലേക്ക് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പൊ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന ലെവലിലാണ്. ഇപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് മാത്സില്? ആദ്യം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത് അല്ലെ. സിമ്പിൾ എന്നുള്ളത് ഏറ്റവും എളുപ്പമായതിൽ നിന്ന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയതിലേക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മാത്സിൽ ഇത് പറഞ്ഞത്. ആദ്യം നമ്മൾ അഡീഷൻസ്, സബ്സ്ട്രാക്ഷൻസ് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ ഡിവിഷൻസിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, അതായത് മലയാളത്തിൽ നമ്മൾ മൂർത്തമായതിൽ നിന്ന് അമൂർത്തമായതിലേക്ക് എന്ന് പറയും. അത് എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ, പറഞ്ഞെന്നുള്ളൂ. ഈ പോയിന്റ്സ് എക്സാമിന് വരുമോ മാം?
എക്സാമിന് വരുമോ? മാക്സിംസ് ഓഫ് ടീച്ചിങ് ചോദിക്കൂലേ എന്തായാലും മാം, ചോദിക്കും. കാഴ്ച വസ്തുക്കളിൽ നിന്ന് ആശയങ്ങളിലേക്ക് എന്നുള്ളതാണോ? അങ്ങനെയാണോ? അത് പറയാം എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവൂല കേട്ടോ. സ്ഥിരമായതെന്നാണോ മിസ് ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് എന്ന് പറയുമ്പോ? കോൺക്രീറ്റ് എന്ന് വെച്ചാല് എന്താണ്? ആ കോൺക്രീറ്റ് അല്ല കേട്ടോ. ഏത് കോൺക്രീറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇപ്പൊ എന്താ പറയാ, നമ്മൾ സ്ഥിരമായുള്ള ഉദ്ദേശിക്കില്ല. അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെയാണോ? ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളിപ്പോ കുട്ടികളെ എണ്ണം പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം എങ്ങനെയാണ് എണ്ണം പഠിപ്പിക്കുന്നത്? നമ്മൾ ബീറ്റ്സ് വെച്ച് പഠിപ്പിക്കില്ല അല്ലെ? ബീറ്റ്സ് വെച്ച് എണ്ണം പഠിപ്പിക്കുന്നതിന് പ്രത്യേകത എന്താ? മെറ്റീരിയൽസ് കണ്ടുകൊണ്ടും കാണിച്ച് പഠിച്ച് അല്ലെങ്കിൽ അവരത് മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അത് അവർ പേപ്പറിലേക്ക് എഴുതാനായിട്ട് പഠിക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ എഴുതുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമ്മൾ ആ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു കൊടുക്കും അല്ലെ? ഇപ്പൊ ബീറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ എന്താണ്, കുഞ്ഞ് എണ്ണം പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അത് നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഈ മെറ്റീരിയൽസ് ആണ് ആദ്യം കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് കുട്ടി എന്തിലേക്ക് പോകുന്നത്? എഴുതാനായിട്ട് ഫസ്റ്റ് നമ്മുടെ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലിറ്റിംഗ് ലൈൻ ഒക്കെ പഠിക്കുന്നത് പിന്നീടല്ലേ? പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുട്ടി എന്തിലേക്ക് എത്തിച്ചേരുന്നത്? അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിങ് തുടക്കത്തിൽ എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ചെറിയ കമ്പോണൻസിലൂടെ കടന്നുപോയി ഏറ്റവും ബേസ് ആയിട്ടുള്ള ആ ഒരു അബ്സ്ട്രാക്ഷൻസിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞ് 1, 2, 3, 4, 10 എന്നുള്ളത് എഴുതുന്നില്ല അല്ലെ? അതിന് മുൻപ് അതിന് പുറകില് കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കുട്ടി എന്തിലേക്ക് ചെല്ലുന്നുള്ളൂ? അത് എഴുതാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അതിനെയാണ് നമ്മൾ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന പ്രിൻസിപ്പിളിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഹോൾ ടു പാർട്ട്. WHOLE ഹോൾ കേട്ടോ. WHOLE ഹോൾ ടു പാർട്ട്. PART കേട്ടോ. അതായത് പൂർണ്ണതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് നമ്മൾ മലയാളം പറയും. എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പൂർണ്ണതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്. ഓക്കെ, അതെങ്ങനെ എഴുതിക്കോളൂ? പ്രസന്റ് ദ എൻറ്റയർ കോൺസെപ്റ്റ്. നോട്ട് ചെയ്തോളൂ. പ്രസന്റ് ദ എൻറ്റയർ കോൺസെപ്റ്റ്. Present the entire concept. Then analyze its part. Present the entire concept. നമ്മൾ ആദ്യം എന്താണ് എൻറ്റയർ കോൺസെപ്റ്റ് പ്രസന്റ് ചെയ്തു. അതിനുശേഷം എന്താണ് അതിന്റെ പാർട്സുകൾ അനലൈസ് ചെയ്യുന്നതാണ്. അത് നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കുട്ടികളെ. പരിസ്ഥിതിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കാൻ പോകണം. ഓക്കെ, പരിസ്ഥിതിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഹോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്? എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഹോൾ? അത് മൊത്തത്തില് ആ ടോപ്പിക്കിനെ നമ്മൾ എന്ത് ചെയ്യും? എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെ? അതായത് വാട്ടർ, എയർ, സോയിൽ, അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ടല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ? ചെടിക്ക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്? ഇതാണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ പാർട്ടായിട്ട്, അതായത് ഹോൾ ടു പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായ ഒരു വസ്തുതയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെ? പൂർണ്ണമായ വസ്തുതകളെ നമ്മൾ എന്താണ് വിവിധ ഭാഗങ്ങളാക്കി പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണമായതിൽ നിന്ന് ഭാഗങ്ങളിലേക്ക്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ പറഞ്ഞത്? അതിന്റെ എക്സാമ്പിൾ എൻവയോൺമെന്റ് എന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. എൻവയോൺമെന്റ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന എന്താണ്? അതിന്റെ ഭാഗങ്ങളെ കുറിച്ച്. ഇപ്പൊ എയറിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വാട്ടറിനെ കുറിച്ചിട്ടാണെങ്കിൽ അതിന്റെ ബേസ് ചെയ്ത് വരുന്ന മറ്റു കോൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെ? സോയിൽ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിലായിട്ട് നമ്മൾ പഠിപ്പിക്കും അല്ലെ? അങ്ങനെ ഓരോ ഭാഗം. അപ്പൊ ഏറ്റവും പൂർണ്ണമായ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മൾ എന്താണ് അതിന്റെ പതിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്സ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇത് ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? Next one, particular to general. മാം ഇത് ഫിഫ്ത്ത് വൺ ആണോ? ഫിഫ്ത്ത് വൺ, അതെ.
പർട്ടിക്കുലർ ടു ജനറൽ. അത് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത്രയും പഠിച്ച അടിസ്ഥാനത്തിൽ ഇതൊന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പൊതുവായ നിയമങ്ങളിലേക്ക് പ്രത്യേകമായതിൽ നിന്ന് പൊതുവായതിലേക്ക്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹം എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക്. യെസ്, വെരി ഗുഡ്. അത് പറയാം. വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ? വലിയൊരു എക്സാമ്പിൾ ആയി പോയിട്ട് അത് ഒരു വലിയ ലെവൽ, വലിയ ഹയർ ലെവലിലെ ഒരു എക്സാമ്പിൾ ആയി പോയിട്ട് നമ്മള് കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെ പറയാൻ പറ്റും എന്റെ ടീച്ചറെ? ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഗാർഡനിലേക്ക്. ആ, ഫ്ലവറിൽ നിന്നൊരു ഗാർഡനെ കുറിച്ചിട്ട്. ഓക്കെ, ആണോ? അതായത് ഏതെങ്കിലും ഒരു ബേർഡിനോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ആനിമലിനെ പഠിപ്പിച്ച് പിന്നെ അത് ഡൊമസ്റ്റിക് ആനിമൽ അങ്ങനെ ഓരോ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. മാത്സിന്റെ കാര്യത്തിൽ 2+2 = 4. കറക്റ്റ് അല്ലെ? ശരിയാണല്ലേ? വേറെ ഏതെങ്കിലും മാത്സ് റിലേറ്റ് ചെയ്ത് പറഞ്ഞ ഒരു എക്സാമ്പിൾ കൂടി പറയാൻ പറ്റുമോ നോക്കിയാൽ? 2+2 അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റും മാത്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ പർട്ടിക്കുലർ ടു ജനറലിലേക്ക് പോകാൻ പറ്റുന്ന കാര്യം എന്താ? ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിള്. മാം ഈ 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് എന്നൊക്കെ പറയില്ലേ? ഈവൻ നമ്പേഴ്സ്, ഓവൻ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ഒക്കെ. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ എന്താണ് നമ്മൾ നയന്റെ ടേബിള് വന്നിട്ട് പിന്നെ റിവേഴ്സ് ആയി പോകുന്ന ആ കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. കോൺസെപ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം പല ഉള്ള ആൾക്കാരാണ്, എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. പിന്നെ എവറി നമ്പർ വി മൾട്ടിപ്ലൈ വിത്ത് 0 വി ഗെറ്റ് 0. യെസ്, കറക്റ്റ്. ഓക്കെ, പോരട്ടെ. ഇനി വേറെ ഇപ്പൊ മാത്സിന്ന് മാറി വേറെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പർട്ടിക്കുലർ ടു ജനറൽ എങ്ങനെ പഠിപ്പിക്കും? ഇപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സോയിൽ എടുക്കുമ്പോൾ കുറെ ടൈപ്പ് ഓഫ് സോയിൽസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ജനറൽ ആയിട്ട് പറയുമ്പോൾ അത് സോയിലാണ്. പെർട്ടിക്കുലർലി പറയുമ്പോൾ അത് റെഡ് സോയിൽ നമ്മൾ പറയൂലേ? പക്ഷെ ഇതില് പറയുന്നത് പർട്ടിക്കുലർ ടു ജനറൽ എന്നല്ല, ആദ്യം പർട്ടിക്കുലർ അല്ല അപ്പൊ പറയേണ്ടത്. തിരിച്ചു പറയല്ലേ, പർട്ടിക്കുലർ നിന്ന് ജനറലിലേക്കാണ്. പ്രത്യേകമായതിലേക്ക്. അപ്പൊ സോയിൽ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പോഴേ മിസ് പറഞ്ഞതിന് നമുക്കൊന്ന് തിരിച്ചു പറയാം. എൻവയോൺമെന്റ് ഓരോന്ന് പറഞ്ഞ് ലാൻഡ്, നമ്മള് എയർ എല്ലാം പറഞ്ഞിട്ട് പിന്നീട് എൻവയോൺമെന്റിലേക്ക് എത്താം. ഇത്രയും എക്സാമ്പിൾ എനിക്ക് പർട്ടിക്കുലർ ടു ജനറൽ എന്ന പ്രിൻസിപ്പിൾസിൽ വരുന്നുണ്ട് അല്ലെ? യെസ്, ദീസ് ആർ മാക്സിംസ് ഓഫ് ടീച്ചിങ്. അപ്പൊ ടീച്ചിങ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഏറ്റവും പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹോൾ ക്ലാസ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്മൾ ഇതാണ് ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് ആണ് നിങ്ങളിപ്പോ സിമ്പിൾ ആയിട്ട് പഠിച്ചത് കേട്ടോ. യെസ്, അതുകൊണ്ടാണ് ഈ ടോപ്പിക് സെമിനാർ തരാതിരുന്നത് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങളൊന്നും സെമിനാർ തരാതിരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് മാക്സിംസ് ഓഫ് ടീച്ചിങ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. അപ്പൊ ഓർത്ത് വെക്കാം പേരുകൾ. ഇവിടെ പഠിക്കേണ്ടത് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും അല്ല പഠിക്കേണ്ടത്. മാക്സിംസ് ഓഫ് ടീച്ചിങ്സിന്റെ പ്രിൻസിപ്പിൾ എന്ന് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? കേട്ടിരിക്കുക കേട്ടോ. നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, ഹോൾ ടു ഫാർ, ദെൻ പെർട്ടിക്കുലർ ടു ജനറൽ കേട്ടോ. 5 കോൺസെപ്റ്റ്, 5 പ്രിൻസിപ്പിൾസ് ഓർത്ത് വെക്കുക, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇതിന്റെ എക്സാമ്പിളോ അല്ലെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും ചോദിക്കില്ല. എന്താണ് മാക്സിംസിന്റെ പ്രിൻസിപ്പിൾസ് മാത്രം ചോദ്യം വന്നാലേ ഉള്ളൂ കേട്ടോ. അത് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? യെസ്, കമ്പോണൻസ് ആണ്. ഒരു ക്ലാസ് റൂമിൽ വേണ്ട മെയിൻ വേരിയബിൾസ് ഇതൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ഒരു മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സുകൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. നെക്സ്റ്റ് വരുന്ന ടീച്ചിങ് എയ്ഡ്സുകൾ ഓർ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഓഫ് ടീച്ചിങ്. പിന്നെ ചോദിക്കില്ലേ? എന്താടോ മനസ്സിലായി. അല്ല മാം, നോട്ട് ചെയ്ത് വെക്കാനായിരുന്നു, ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. ടീച്ചറിന് വേണമെങ്കിൽ മാക്സിമം ഓഫ് ടീച്ചിങ് ദിസ് ആർ ദ ഫണ്ടമെന്റൽ പാർട്സ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് നിർത്തായിരുന്നു അല്ലെ? ഇത് പറഞ്ഞു തന്നെ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകണേണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാക്സിമം കിട്ടാവുന്നത് കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് 5 ടൈപ്സ്. ഇനി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, കുറച്ച് ടൈപ്സ് ഉണ്ട്. നമ്മുടെ സമയപരിധി മൂലമാണ് 5 ബേസിക് പ്രിൻസിപ്പിൾസ് മാത്രം പഠിപ്പിച്ചു തന്നെ കേട്ടോ. ഓക്കെ മാം, അനാലിസിസ് ടു സിന്തസിസ് ഒക്കെ ഇത് പെട്ടതാണോ?
അനാലിസിസും സിന്തസിസും ഇതിൽ പെടുന്നതല്ല, അത് എവാലുവേഷൻ അപ്രോച്ചസിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു ഇതിൽ വരുന്ന സാധനമല്ലത്. ഓക്കെ, ടീച്ചിങ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ വരും, പക്ഷെ ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത് ഇത് പ്രിൻസിപ്പിൾസ് ആണ്. ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, ഇപ്പൊ നമ്മൾ എന്ത് സബ്ജക്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കണം ചെയ്യണം. നിങ്ങളിപ്പോ ടെസ്റ്റ് പേപ്പർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ആയിരിക്കും എടുക്കുന്നത്? സിമ്പിൾ ടു കോംപ്ലക്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ മാം. ഇപ്പൊ നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഇപ്പൊ നോർമൽ ക്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലെ? പാരഗ്രാഫ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് ബേസ് ചെയ്ത് കുട്ടികൾക്ക് ഈസി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും അല്ലെ? അതിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ കൂടെ തന്നെ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻസ്, ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ട്രൂ ഓർ ഫോൾസ് കൊടുക്കും അല്ലെ? ട്രൂ ഓർ ഫോൾസ് കൊടുക്കും, കുറച്ചും കൂടി കണ്ടോ കോംപ്ലിക്കേഷൻസ് കൂടി വരുന്നുണ്ടോ? ദെൻ പിന്നെന്താണ്, എന്തെങ്കിലും ഒരു ഗ്രാമേഴ്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ നമ്മള് 2 മാർക്കിന്റെ 2-3 സെന്റൻസ് ചെയ്തതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ എന്തെങ്കിലും പ്രൊഫൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്ററോ, അങ്ങനെ ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കോൺവെർസേഷൻ തയ്യാറാക്കും. അപ്പൊ വലുതായി പോകുന്നുണ്ടോ ഉണ്ടോ? പിന്നെന്താണ്, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരും, എസ്സേ ക്വസ്റ്റ്യൻസ് 5 അല്ലെങ്കിൽ 4 മാർക്ക്. ഏത് ലെവലിലാണ് നമ്മൾ നടത്തുന്നത്? 25 ആണെങ്കിലും 50 ആണെങ്കിലും ഏത് ലെവലിലാണ് നടത്തുന്നത്? അവസാനത്തെ ക്വസ്റ്റ്യൻ അത്യാവശ്യം എങ്ങനെയായിരിക്കും? അവസാനത്തെ അതിന് തൊട്ട് മുൻപുള്ള 4 ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ കൂടി വരും അല്ലെ? നമ്മുടെ പിള്ളേരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. യെസ്, ഓക്കെ, യെസ്. നെക്സ്റ്റ് കമ്പോണൻസുകൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന മറ്റു ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, അത് എന്തുമാവും അല്ലെ? എല്ലാ ടെക്നിക്കൽ ഫീൽഡിൽ വരുന്ന എല്ലാ എയ്ഡുകളും, അതായത് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മൾ പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ ക്ലാസ് റൂം ഇന്ററാക്ഷൻസിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തുന്ന കമ്പോണൻസുകളിൽ വരുന്നതാണ് കേട്ടോ. അതാണ് ടീച്ചിങ് എയ്ഡ്സ് ഓർ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മോട്ടിവേഷൻ ടെക്നിക്സുകൾ നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അല്ലെ? മോട്ടിവേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്? മോട്ടിവേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, മോട്ടിവേഷൻ ടെക്നിക്സ് എന്താണ്? കുട്ടികൾക്ക് പ്രചോദനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ക്ലാസ് മുറിയിൽ ചെയ്യുന്ന എന്താണ്? കുട്ടികളെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ചെയ്യാറുണ്ട് അല്ലെ? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റീഇൻഫോഴ്സ്, അതായത് അവരെ പ്രചോദനം കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടി അല്ലെ? അതായത് ഇപ്പോ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അല്ലെ? പണിഷ്മെന്റ് കൊടുക്കുന്നത് തെറ്റാണോ കുട്ടികൾക്ക്? അതൊരു മോട്ടിവേഷൻ ടെക്നിക്കാണ് അല്ലെ? പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലെ? റിവാർഡ്. അതെപ്പോഴാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്? നമ്മള് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എന്താണ് റിവാർഡ്സുകള്, കോംപ്ലിമെന്റ്സ്, വെരി ഗുഡ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട് കുട്ടികൾക്ക്. 3 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ കൊടുക്കില്ല നമ്മള്? യെസ്, വെരി ഗുഡ്, എക്സലന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് റിവാർഡും പണിഷ്മെന്റ് ഒന്നും പാടില്ലെന്നല്ലേ മോണ്ടിസോറി മെത്തേഡിൽ? മോണ്ടിസോറിയിൽ പാടില്ലെന്നാണ്, പക്ഷെ ഓൾ ക്ലാസ് റൂമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ്, മോണ്ടിസോറിന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് പുറത്തോട്ട് എടുക്കണം കേട്ടോ. നമുക്ക് അല്ലാത്തൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട്. ഓക്കെ, അതും കൂടി ടീച്ചർ ഉദ്ദേശിച്ച് പറഞ്ഞാണ് കേട്ടോ. യെസ്, അപ്പോ പറഞ്ഞത് കറക്റ്റ് ആണ്. ലവ്ലി എന്നാണ് പേര്. അതെ, പറഞ്ഞത് കറക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മുടെ മറ്റ് സ്കൂളിൽ മോണ്ടിസോറിന്ന് പുറത്ത് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഈ 3 ടെക്നിക്സുകൾ ഉപയോഗിക്കാൻ മോട്ടിവേഷൻസ് ആവശ്യമാണ്. അവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലാസ് റൂമുകളല്ല അല്ലെ? അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് റൂമുകളല്ല നോർമൽ ക്ലാസ്സസിൽ വ്യത്യാസമാണ്. അപ്പൊ അതിനാൽ തന്നെ കുട്ടികൾക്ക് എന്താണ് ആവശ്യത്തിലധികം മോട്ടിവേഷൻ ടെക്നിക്സ്, മോട്ടിവേഷൻസ് കൊടുത്ത് അവർക്ക് എന്താണ് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അധ്യാപകര് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അതായത് അവരെ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് തെറ്റ് കണ്ട പണിഷ്മെന്റ് കൊടുക്കാനും മീൻസ് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എന്താണ്, കുട്ടി നല്ലൊരു കാര്യം ചെയ്താല് അതിൽ നിന്ന് നമുക്ക് എന്താണ് അവർക്ക് കോമ്പൻസേഷൻസും കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്ത് കുട്ടികളെ എന്താണ് കൂടുതൽ ഇവിടെ മോട്ടിവേറ്റഡ് ആക്കുകയാണ് ടീച്ചർ. ഓക്കെ, അതും ഈ ഒരു വേരിയബിൾസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ഫാക്ടറിൽ ഒന്നാണ് എന്താ മോട്ടിവേഷൻ ടെക്നിക്സുകൾ ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല, നമ്മളൊരു കുട്ടി നല്ലൊരു കാര്യം ചെയ്ത ടീച്ചേഴ്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത് വിളിക്കാം. ക്ലാസ്സിൽ ഇരിക്കുന്ന കുഞ്ഞിനെ എന്താണ് തൊട്ടടുത്ത് വിളിച്ചിട്ട് എല്ലാവരെയും ഒന്ന് ക്ലാപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതും ഒരു മോട്ടിവേഷൻ ടെക്നിക്കാണ് കേട്ടോ. യെസ്, ഇപ്പൊ വിഷ്ണു നന്നായിട്ട് പെർഫോം ചെയ്തു. വിഷ്ണു ഇങ്ങോട്ട് വരിക, വിഷ്ണുവിന് നല്ല ഒരു ക്ലാപ്പ് എല്ലാവരും ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ ഒരു മോട്ടിവേഷൻ പറഞ്ഞാൽ തീരാവുന്നതാണ് അല്ലെ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കുട്ടിക്ക് അത് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, ടീച്ചിങ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. ടീച്ചിങ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്താണിത്? ടീച്ചിങ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ് പഠനം എളുപ്പമാക്കാൻ വേണ്ടി അധ്യാപകർ ഉപയോഗിക്കുന്ന ടെക്നിക്സ്. യെസ്,
ടീച്ചേഴ്സിന്റെ കയ്യിൽ ടീച്ചിങ് മെത്തേഡ്സുമായി ബന്ധപ്പെട്ട പല പല സ്കിൽസ് ഉണ്ടായിരിക്കും. അതായത് പ്രത്യേകിച്ച് നമ്മള് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്കറിയാം ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ റോൾ പ്ലേസ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. റോൾ പ്ലേ, ഡിസ്കഷൻസ്, അല്ലെങ്കിൽ കൂട്ടം കൂടിയുള്ള എന്ത് പരിപാടിയിലും കുട്ടിക്ക് എന്തുണ്ട് താല്പര്യമാണ്. അതായത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആവുന്നത് അത്തരത്തിലുള്ള വർക്ക്സുകൾ വരുന്നതാണ് കേട്ടോ. യെസ്, അതായത് ക്ലാസ് റൂമിൽ ഒരു സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന എന്ത് ആക്ടിവിറ്റീസും ടീച്ചേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവും. അത് എൻഗേജ്ഡ് ആയിട്ട് മാക്സിമം അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാനായിട്ട് കുട്ടികൾ താല്പര്യപ്പെടും. കാരണം എന്താണ്, ഒരു കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ കുട്ടികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുട്ടികളുടെ ബിഹേവിയർ വ്യത്യാസമുണ്ട്. ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറും തമ്മിൽ എന്താണ് നമ്മൾ സൈക്കോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രണ്ടിലിരിക്കുമ്പോൾ രണ്ടിലും അതിന് ഒരു വ്യത്യാസം. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിന് ചെയ്യുന്ന കാര്യങ്ങളും കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് അവരുടെ കൂടുതലും അറ്റൻഷനും അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് എന്തിൽ സാധിക്കും, ഗ്രൂപ്പായിട്ട് വരുന്ന ആക്ടിവിറ്റീസിൽ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ സാധിക്കും. ഓക്കെ, അത്തരത്തിലുള്ള സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ടീച്ചിങ് സ്കിൽസ് ഒക്കെ നമ്മൾ സ്കൂളിൽ ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുട്ടികൾ ഒരുമിച്ചുള്ള ഒരു പഠനം സാധ്യമാവുമ്പോൾ എന്താണ് കുട്ടികൾ പരസ്പരം തമ്മിൽ ഒരു അട്രാക്ഷൻ, ഒരു ഇന്ററാക്ഷൻ. Okay, next one, communication competency and skills. Communication competency and skill. എന്താണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ കോമ്പറ്റൻസി ആൻഡ് സ്കിൽ എന്ന് പറയുന്നത്? ഇത് എന്ത് തരം വേരിയബിൾ ആണ് ക്ലാസ് റൂം മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ക്ലാസ് റൂം ഇന്ററാക്ഷനിൽ എന്ത് തരം വേരിയബിൾ ആയിരിക്കും ഇത്? ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷൻ സുഗമമാകണമെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ. നിങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഭാഗമൊക്കെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു ഡിഫറെന്റ് സ്റ്റേജസുകൾ. ഓക്കെ, അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ററാക്ഷൻ ലെവൽ കൂട്ടണമെങ്കിൽ, ഇന്ററാക്ഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ മാധ്യമമായി നിൽക്കുന്ന എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ ടീച്ചറിന് കുട്ടികളോട് വ്യക്തമായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ, അതായത് ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻ വരും, പ്യൂപ്പിൾ ഇന്ററാക്ഷൻ വരും. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണമെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലെ. യെസ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ക്ലാസ്സസിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അവരെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം അല്ലെ. കുട്ടികള് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ അതേപോലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ആശയവിനിമയം ഏറ്റവും സുഗമമാക്കുന്ന രീതിയിലുള്ള വർക്ക്സ് അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് കുട്ടികളിൽ ആ ഒരു ലാംഗ്വേജ് സ്കിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതും ഒരു വേരിയബിൾ ആയിട്ട് നമുക്ക് തന്നെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ. അതായത് ബോധന രീതികൾ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ബോധന രീതികൾ, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള പഠനത്തിന് എന്ത് വേണം? നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ് അല്ലെ. ഒരു ക്ലാസ് മുറിയിലെ കാര്യക്ഷമമായിട്ടൊരു പഠനം നടക്കണമെങ്കിൽ എന്ത് വേണം? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണെങ്കിലും എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. ഒരു ക്ലാസ്സിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തായിരിക്കും? ക്ലാസ്സിലെ റൂൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് മുറിയുടെ റൂൾ എന്തായിരിക്കും? നിയമം എന്താണ്? ക്ലാസ്സിൽ കയറി വരുമ്പോൾ നിയമം എന്താണ്? നമുക്കറിയാം, ഒരു കുഞ്ഞ് ക്ലാസ്സിൽ കയറുക, സൈലൻസ്, ടീച്ചേഴ്സ് വരുമ്പോ വിഷ് ചെയ്യണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ വ്യക്തമായ ഒരു നിയമങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ക്ലാസ് എങ്ങനെയാണ് പോകേണ്ടത്, കുട്ടികൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, കുട്ടികൾ ഏതൊക്കെ രീതിയിലുള്ള ഡിസിപ്ലിൻസ് ആണ് പാലിക്കേണ്ടത് എന്നതുമായിട്ടുള്ളൊരു നിയമാവലി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അത് കുട്ടികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ അധ്യാപകർ അത് ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കും. പിന്നെന്താണ്? അട്രാക്റ്റീവ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ മെയിൻ ആയിട്ട് വരുന്ന ഒന്നാണ് എന്താണ്? അട്രാക്റ്റീവ് ആയിട്ടുള്ള പാഠഭാഗങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ക്ലാസ് റൂമിൽ കുട്ടികളെ പിടിച്ചെടുത്തുന്നത് തരത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികളെ അട്രാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള പാഠഭാഗങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത്. പിന്നെന്താണ്? പ്രസന്റേഷൻ, വിശദീകരണം.
അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ, ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഇതെല്ലാം തന്നെ എന്താണ് ഒരു ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ക്ലാസ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതിൽ എന്തൊക്കെ ക്ലാസ് മുറിയിൽ എന്തെല്ലാം കൊണ്ടുവരണം? ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചർ അതിൽ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലെ. അതായത് ഏത് എത്ര ഇപ്പൊ നിങ്ങളൊരു പോയമാണ് പഠിപ്പിക്കാൻ പോകണമെങ്കിലും ആ പോയം ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റണം അല്ലെ. നിങ്ങൾ വെറുതെ പോയി കാക്കെ കൂടെ എവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെക്സ്റ്റ് ബുക്കും വെച്ച് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. യെസ്, എഫക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കണം. ഈ ക്ലാസ് മുറിയിലുമായി ബന്ധപ്പെട്ട നിയമാവലികൾ ഉണ്ടാവണം, അട്രാക്റ്റീവ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവണം, കുട്ടികളെ കൊണ്ട് ഇന്ററാക്ട് ചെയ്യിപ്പിച്ചിട്ട് ആ ക്ലാസ് റൂം ഒരു ക്ലാസ് റൂം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ അവിടെ ഫോളോ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ആ ക്ലാസ്സിന് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ. അതായത് എന്ത് പ്രോഗ്രാമാണ്, ഇപ്പൊ ടീച്ചിങ് മാത്രമല്ല, ഇനിയിപ്പോ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എന്താണ് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവും. ഇപ്പൊ രാവിലെ മുതൽ അവരുടെ ഒരു പഞ്ചിങ് ടൈം ഇപ്പൊ രാവിലെ കൊടുന്ന ആ ഒരു ടൈം മുതൽ അവസാനിക്കുന്ന ടൈം വരെ എന്താണ് അവരൊരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് അവർ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതൊരു സ്ട്രക്ചർ ആണ് അല്ലെ. ആ സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഒരു ഘടന തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ല. ഒരു കമ്പനി എന്ന് പറയേണ്ട അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയേണ്ട ഒരു ആവശ്യകത ഇല്ല അല്ലെ. നമ്മളെല്ലാം തന്നെ നമ്മുടെ സ്ട്രക്ചറിന്റെ ബേസിസിലാണ് ഇത് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ടീച്ചിങ്. സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ടീച്ചിങ് അതായത് ഒരു ക്ലാസ് മുറിനെ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനകത്ത് ഉപയോഗിക്കേണ്ട സപ്പോർട്ടീവ് ഡിവൈസസുകൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് ഈ സപ്പോർട്ടീവ് ഡിവൈസസ്? ബോർഡ്, വൈറ്റ് ബോർഡ്സ് അല്ലെ, ബോർഡ്സുകൾ ആവശ്യമാണ്. ഡിസ്പ്ലേ ബോർഡ്സുകള്, ഇപ്പൊ കുറച്ചും കൂടി സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ ടാബ്ലറ്റ്സുകൾ ഉണ്ടാവും അല്ലെ, ടെക്നിക്കൽ ടാബ്ലറ്റ്സുകൾ ഉണ്ടാവും, ലാപ്ടോപ്പ്. ഓക്കെ, അത് മാത്രമാണ്. ഇതൊക്കെ ടെക്നിക്കലി അത് സ്മാർട്ട് ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട് വരുന്ന സപ്പോർട്ടിംഗ് എയ്ഡ്സ്. അല്ലാതെ നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്? അതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സ്. ചാർട്ടുകള്, ഫ്ലോ ചാർട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡുകളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അതായത് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടീവ് ഡിവൈസസ് കൂടാതെ തന്നെ എന്തൊക്കെ ഉണ്ടാവും? ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സുകളായ ചാർട്ടുകൾ ഉണ്ടാവും, ഫ്ലോ ചാർട്ട്സുകൾ ഉണ്ടായിരുന്നു, പോസ്റ്ററുകൾ അല്ലെ, ടീച്ചേഴ്സ് തയ്യാറാക്കിയിരിക്കുന്ന പോസ്റ്ററുകൾ, മോഡലുകൾ ഉണ്ടാവും അല്ലെ, പല മോഡൽസ്, ഡിഫറെന്റ് ടൈപ്സ്, ഏത് ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മോഡലുകളൊക്കെ തയ്യാറാക്കി. ഇതെല്ലാം എന്തിൽ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ്? ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സിൽ വരുന്നതാണ് കേട്ടോ. അതായത് ടീച്ചേഴ്സ് തന്നെ തയ്യാറാക്കുന്ന മെറ്റീരിയൽസുകൾ. ഫ്ലാഷ് കാർഡ് ഫ്ലാഷ് കാർഡ് എല്ലാം വരും കേട്ടോ. യെസ്, ടെക്നിക്കൽ സ്കില്ലായിട്ട് റിലേറ്റ് ചെയ്ത വരാത്ത എല്ലാം തന്നെ നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ട്രഡീഷണൽ ടീച്ചിങ് എയ്ഡ്സിൽ വരുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ ഇതെല്ലാം തന്നെ എന്തിനാണ്? ഒരു ക്ലാസ് റൂമിന് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഇപ്പറഞ്ഞ മെറ്റീരിയൽസുകൾ ആവശ്യമാണ് അല്ലെ. എല്ലാ സപ്പോർട്ടിംഗ് ഡിവൈസസുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേതെങ്കിലും, എന്താണല്ലോ കേട്ടോ, ഇതിലേതെങ്കിലും ഒക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ ക്ലാസ് എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, all these teaching variables are taken into consideration while managing classroom activities. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ഇന്റർവെനിങ് കമ്പോണൻസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ്. അതായത് ടീച്ചർ സ്റ്റുഡൻസ് ഇന്ററാക്ഷനിൽ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ഇത്രയും ഘടകങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇത്ര ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്ലാസ് റൂമിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. യെസ്, ഇതാണ് ഒരു ക്ലാസ് റൂമിന്റെ മെയിൻ സ്ട്രക്ചർ. ഇതിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് നമ്മള് പ്രിൻസിപ്പിൾസ് എന്തായാലും ഉപയോഗിച്ചിരിക്കണം. സിറ്റുവേഷൻ അനുസരിച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. ഏത് ടോപ്പിക് പഠിപ്പിക്കാനാണെങ്കിലും എന്താണ് ഏതെങ്കിലും ഒരു അപ്രോച്ചസിലൂടെയാണ്, ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ അത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് ഏതെങ്കിലും ടീച്ചിങ് വീഡിയോ എയ്ഡ്സുകൾ ആവശ്യമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് മോട്ടിവേഷൻ ടെക്നിക്സുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ടീച്ചിങ് സ്കിൽസും സോഷ്യൽ സ്കിൽസും അവിടെ വരുന്നുണ്ട്. പിന്നെന്താണ് പ്രോപ്പർ ഇന്ററാക്ഷൻ നടക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കോമ്പിറ്റൻസി ആവശ്യമാണ്. ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയറിലൂടെ ആയിരിക്കും ഒരു ക്ലാസ് പോകുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാത്തരം ഡിവൈസസുകളും ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള എല്ലാ സപ്പോർട്ടിംഗ് ഡിവൈസസുകളും ക്ലാസ് റൂമിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ നമുക്കത് എഫക്റ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. ഓക്കെ, അപ്പൊ ഈ 10 കമ്പോണൻസിന്റെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റർവെനിങ് കമ്പോണൻസുകളുടെ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ.
ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. നെക്സ്റ്റ് വൺ, നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. സോഷ്യോമെട്രി അല്ല, സോഷ്യോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അല്ലെ? ക്ലാസ് മുറിയിലെ കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ? പറഞ്ഞു തന്നില്ലേ? സ്റ്റാർ, ക്ലിക്ക്, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞെന്താ? കേറിയ കുട്ടികൾക്ക് അറിയാൻ പറ്റും, കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണണം കേട്ടോ. ഓക്കെ. യെസ്, പറഞ്ഞുപോയോ നിങ്ങള്? റസ്മിനയുടെ പേരൊക്കെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞത്? ഒരു ഗ്രൂപ്പിലോ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളുടെ സാമൂഹിക ബന്ധങ്ങൾ കാണിക്കുന്ന ഇതാണോ? ആ, സാമൂഹ്യ ബന്ധങ്ങൾ കാണിക്കുന്ന ഒരു സോഷ്യോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് ക്ലാസ്സിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും സ്റ്റാർ ആയിട്ടുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ബിഹേവ് ചെയ്യുന്ന കുട്ടികളെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ. യെസ്, അതൊരു ടെസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ സാമൂഹ്യ ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. യെസ്, അത് സോഷ്യോഗ്രാം എന്ന് പറയും. സോഷ്യോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സൊസൈറ്റിയുടെ ഒരു ചെറിയ രൂപമാണ് എന്ത്? നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത്. ശരിയാണോ? ഒരു സൊസൈറ്റി ഫോം വരുന്നത് ശരിക്കും ആ സ്കൂളിനകത്ത് നിന്നാണ് അല്ലെ? ഓരോ ക്ലാസ് മുറികളാണ് എന്താ ഓരോ സൊസൈറ്റിയെ ഫോം ചെയ്യിപ്പിക്കുന്നത്. ശരിയല്ലേ? ഇത് മൊത്തം വായിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്നത്. അതായത് ഒരു ക്ലാസ് മുറിയിൽ നമുക്കറിയാം ഒരു 10-25 പൗരന്മാരെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ്, നമ്മൾ സിറ്റിസൺ തന്നെയല്ലേ പറയുന്നത്. ഇത്രയും സിറ്റിസൺസിനെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. അവിടെ പല മൂല്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് മാത്രമല്ല, മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റെല്ലാ ആസ്പെക്ട്സ്, ഒരു ലൈഫിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് വേണ്ട എല്ലാ ആസ്പെക്ട്സുകളും നമ്മൾ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു തലമുറയിലാണ് നമ്മൾ എങ്ങോട്ട് പുറത്തേക്ക് വിടുന്നത്? ഒരു സൊസൈറ്റിയിലേക്ക് പറഞ്ഞയക്കുന്നത് അല്ലെ? അതായത് സ്കൂളിൽ നിന്നാണ് കുട്ടി ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു ചെല്ലുന്നത്. ഓക്കെ. അപ്പോ സ്കൂള് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവന്റെ സാമൂഹ്യമായിട്ടുള്ള ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പുകളാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലെ? സ്കൂളിൽ നിന്നാണ് നമ്മൾ ഈ സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നത്. നമ്മുടെ ബേസിക് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ, ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു 10ാം ക്ലാസ് വരെയുള്ള പഠനകാലം എന്ന് പറയുന്നതാണ് അതിന്റെ ബേസ്. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് കടന്നത് അല്ലെ? അതുവരെ നമ്മളൊരു സേഫ് സോണിലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിലേക്ക് പറക്കാൻ വരാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് 10th വരെ നമ്മൾ പഠിച്ചത്. അതായത് പാഠഭാഗങ്ങൾ മാത്രമല്ല, മറ്റ് ഹോൾ സ്കൂളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് പഠിച്ചത് അല്ലെ? അതിനുശേഷമാണ് 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ മറ്റൊരു ഫീൽഡിലേക്ക് തന്നെ പോകുന്നത് അല്ലെ? മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് റിലേറ്റഡ്. അവിടെ നിന്ന് എന്താണ്? +2 കഴിഞ്ഞ പിന്നെ നമ്മൾ അടുത്ത കോഴ്സ് പോയി അവിടേക്ക് എന്താണ്? സൊസൈറ്റിയിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അല്ലെ? അപ്പൊ സ്കൂളുകളാണ് ആദ്യ കാലഘട്ടം നമ്മുടെ ഒരു എന്താ പറയാ, സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. യെസ്, അത്തരം കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാവുന്ന നമ്മുടെ റിലേഷൻഷിപ്സുകളുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഫ്രണ്ട്സ് മാത്രമല്ല, പല റിലേഷൻഷിപ്പ്, അധ്യാപകരായിട്ടാണ്, അനധ്യാപകരായിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പലവിധ ബന്ധങ്ങളായി മനസ്സിലാക്കാൻ അല്ലെ? ബന്ധങ്ങളുടെ ആഴങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നത് നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് ചെല്ലുമ്പോൾ മാത്രമല്ല, ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഓക്കെ. ദെൻ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചെടുക്കുന്നത് ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നാണ് അല്ലെ? യെസ്. അപ്പൊ സോഷ്യോമെട്രി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്കൂൾ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ചെറിയൊരു പ്രതിഫലനമാണ്. അതിൽ നമ്മൾ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ഒന്ന് ടീച്ചർ ആസ് എ ഫോക്കസ്, മെയിൻ കോൺസെപ്റ്റ് ആണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ദെൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതിൽ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ടീച്ചർ ലേണർ റിലേഷൻസ് വരുന്നുണ്ട്, ലേണർ റിലേഷൻസ് വരുന്നുണ്ട്, ടീച്ചർ റിലേഷൻഷിപ്സ് വരുന്നുണ്ട്, ടീച്ചർ അഡ്മിനിസ്ട്രേഷൻ റിലേഷൻസ് വരുന്നുണ്ട്, ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ് വരുന്നുണ്ട്. ഓക്കെ. യെസ്. ഇതിൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ടീച്ചർ ആസ് ദ ഫോക്കസ് എന്നാണ് പറയുന്നത്. ആരാണ് ടീച്ചർ ആസ് എ ഫോക്കസ്? എന്താണ് അങ്ങനെ പറയുന്നത്? ടീച്ചറാണ് സെന്റർ. ടീച്ചർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ എനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും നമ്മൾ എന്താണ് അവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അധ്യാപികയാണ് അല്ലെ? അതായത് കുട്ടികളുമായിട്ട് ഇടപെടുന്നത്, കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട്സ് മനസ്സിലാക്കി, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കി, എല്ലാത്തരം
സർവീസസ്, ശരിക്കും പറഞ്ഞാൽ സർവീസ് എന്ന് തന്നെ വേണ്ടി പറയാം, അധ്യാപനത്തിന് നമുക്കൊരു സേവനം എന്ന് തന്നെ പറയാം അല്ലെ. എല്ലാത്തരം സർവീസസുകൾ കൊടുത്തിട്ട് കുട്ടികളെ എന്താണ് അവരെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻസിലേക്ക് മാറ്റിയെടുക്കുകയാണ്. നമ്മളിപ്പോ ഓരോ ക്ലാസ്സുകളും പഠിച്ചിറങ്ങുന്ന അധ്യാപകരെ നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1ാം ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അവരവിടെ പഠിപ്പിച്ചു തന്നത് അല്ലെ. ദെൻ അവരുടെ ആ ഒരു പ്രക്രിയ, അവരുടെ സർവീസ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മള് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നമ്മൾ എന്താണ് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പറഞ്ഞു വിടാണ്. ദെൻ അടുത്ത സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടീച്ചറിന്റെ ഉത്തരവാദിത്വം എന്താണ്? സെക്കൻഡ് സ്റ്റാൻഡേർഡുമായി ആ ഒരു ഏജിൽ എത്തേണ്ട അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അങ്ങനെ നമ്മൾ 10th വരെ എത്തിച്ചേരുന്നു. അപ്പൊ ഓരോ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുന്നില്ല. അതിപ്പോ ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരുടെ റെസ്പോൺസിബിലിറ്റി ടീച്ചർ ഏറ്റെടുക്കുകയാണ് അല്ലെ. മാത്രമല്ല കുട്ടിയെ അവർ ഫുൾഫിൽ ആയ ഒരു പൊസിഷൻസിലേക്ക് എത്തിച്ചേർക്കുന്നതിലും ടീച്ചർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. യെസ്. ദെൻ ഏറ്റവും ബെറ്റർ ആയിട്ട് പറയാം, നമ്മൾ പഠിച്ച ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചർ ആസ് എ സെക്കൻഡ് മദർ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്, പല നല്ല അധ്യാപകരുടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. കൂടെ ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുപേര് സ്കൂളിൽ പോയപ്പോൾ നല്ല അധ്യാപകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇന്റേൺഷിപ്പിന് പോയ കുട്ടികളുണ്ടെങ്കിൽ നല്ല അധ്യാപകരുടെ കൂടെ പഠിപ്പിക്കാനും കൂടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ടീച്ചർമാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് ടീച്ചറെ എന്ന് വിളിക്കാൻ പറ്റുന്ന കുറെ അധ്യാപകർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ അല്ലെ. പേരെടുത്ത് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന, പേരെടുത്തെന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു ടീച്ചറാണെന്ന് തോന്നുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, എല്ലാവരും ഇല്ല. ഓക്കെ. ഇപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഇവിടെ മോണ്ടിസോറിയിൽ വന്നപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജിഷംസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. ടീച്ചർ എന്ന ആ ഒരു അത്രയും ഓരോ വേർഡ്സും ഓരോ വാക്കുകൾ വെച്ചിട്ട് എന്താണ് ഓരോ ലെറ്റേഴ്സ് വെച്ച് ഒരു അധ്യാപിക എന്ന് വിളിക്കാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞ ബ്ലെസ്സിങ് ആണ്, നിങ്ങളും ബ്ലെസ്സിങ് ആണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അത് അങ്ങനെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹം ടീച്ചറിന് ഉണ്ടാവട്ടെ, എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഏറ്റവും നല്ല ടീച്ചേഴ്സിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു ടീച്ചർമാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ജിഷമിസ് കേട്ടോ. അപ്പൊ അതേ ഒരു പൊസിഷൻ, ആ റെസ്പെക്ട് ഒക്കെ നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്, ടീച്ചറിൽ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് തിരിച്ചറിയുന്ന എല്ലാ കുട്ടികൾക്കും അത് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലെ. യെസ്. അപ്പൊ ടീച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ജിഷമിസ് ആണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെയുള്ള ഒരു അധ്യാപികയായിട്ട് മാറാൻ നമുക്ക് സാധിക്കാം. അത് ഇതേപോലെ കുട്ടികൾക്ക് പറയാൻ പറ്റണം. ഇപ്പൊ ജിഷമിസിനെ പറ്റി എനിക്ക് പറയാൻ പറ്റിയത് ടീച്ചറിന്റെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടാണ് അല്ലെ. ടീച്ചർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. അതേപോലെ നമ്മൾ ഓരോരുത്തരും എന്താണ് അങ്ങനെയുള്ള ഒരു ടീച്ചർ ആകാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരിക്കലും ഒരു ഡെമോ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇൻസ്പിറേഷൻ ആണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ജിഷമിസ് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയ ഒരു ടീച്ചർ ഒരിക്കലും ആവരുത് കേട്ടോ. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ആർട്ടിഫിഷ്യാലിറ്റി നിങ്ങളുടെ ടീച്ചിങ്ങിൽ വരരുത്. നിങ്ങൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു എന്താ പറയാ ശരിക്കും ഒരു ഡിവൈൻ പ്രൊഫഷൻ ആണ്. ജിഷമിസ് എപ്പോഴും പറയുന്ന പോലെ ടീച്ചിങ് ആസ് എ ഡിവൈൻ പ്രൊഫഷൻ തന്നെയാണ്. അത് ശരിക്കും ഉള്ളിൽ നിന്ന് വന്ന് പഠിപ്പിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ബേർഡൻ ആയിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഒരിക്കലും തോന്നില്ല. അങ്ങനെ ഒരു ടീച്ചറായി ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കരുത്. ഒരിക്കലും ജോലിയായിട്ട് പോലും തിരഞ്ഞെടുക്കരുത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മൾ ഒരു ദിവസം നമ്മൾ തിരിച്ചറിയും ഞാൻ നല്ലൊരു അധ്യാപികയാണ് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അത് എല്ലാവരുടെ ലൈഫിലുണ്ടാവും കേട്ടോ. അത് തിരിച്ചറിയുന്ന ഒരു സമയം വരുമ്പോൾ എന്നെ ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കാം. അങ്ങനെ ഒരു മൊമെന്റ് എല്ലാവരുടെയും ലൈഫിൽ വരും കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അന്ന് നിങ്ങൾ ഓർക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഓർക്കാം കേട്ടോ. യെസ്. അപ്പൊ ടീച്ചർ ആസ് എ ഫോക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വേറെ വാക്കുകൾ പറയാനില്ല അല്ലെ. യെസ്, കാരണം ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു അധ്യാപിക ഏറ്റെടുത്ത് ചെയ്യുന്നത്. എന്ത് പ്രോഗ്രാംസ് ആണെങ്കിലും ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ A to Z കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും വേണ്ട രീതിയിലുള്ള പ്രചോദനങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേഷൻസും അല്ലെങ്കിൽ അവന് വേണ്ട എല്ലാ ഫീഡ്ബാക്സും കൊടുത്ത് അവനെ മാക്സിമം ഏറ്റവും നല്ല പൊസിഷൻസിലേക്ക് ഉയർത്തുന്നതിലും അല്ലെങ്കിൽ അവരെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്നതിൽ അധ്യാപിക വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല അല്ലെ. യെസ്. അപ്പൊ ഒരു സമൂഹത്തിലേക്ക് കുട്ടികളെ അല്ലെങ്കിൽ പറഞ്ഞയക്കുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാത്തരം ക്യാപ്പബിലിറ്റീസും അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അധ്യാപികര് നല്ല രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ.
ദാറ്റ് ഈസ് അത് ടീച്ചർ ചുരുക്കി പറഞ്ഞാണ് കേട്ടോ, ബ്രീഫ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ ടീച്ചർ ആസ് എ ഫോക്കസ് എന്ന രീതിയിൽ. നമുക്ക് സമയപരിധികൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോകണം കേട്ടോ. ഓക്കെ, ഈ ഹ്യൂമൻ റിലേഷൻ എന്ന ഭാഗം ഏതോ ഒരാള് സെമിനാർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ടീച്ചർ സമയം പോലെ ഹയർനെസ്സോ കേട്ടോ, അതവിടെ അങ്ങനെ നിക്കട്ടെ കേട്ടോ. യെസ്, ഈ ഹ്യൂമൻ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ആള് ഈ ഒരു പാരഗ്രാഫ് ഓത്തർ എടുക്കുള്ളൂ, ബാക്കി എടുക്കില്ലായിരിക്കും. ഹ്യൂമൻ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്ലാസ് റൂമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ആദ്യം വരുന്നതാണ് ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ്. എന്താണ് ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്? പറയൂ. ടീച്ചേഴ്സ് ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണമെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ബേസിക് ഫാക്ടറാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെ. ഓരോ കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ 45 പേരുടെ 45 വ്യക്തികളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അതായത് ഒരു കുട്ടിക്കുള്ള കഴിവല്ല മറ്റു കുട്ടിക്കുള്ളത് അല്ലെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ വിഷ്ണു പാടുന്ന പോലെ എല്ലാ കുട്ടികളും പാടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലെ. അതാദ്യം നിങ്ങൾ എന്തായാലും അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഓരോ കുട്ടി നമ്മളുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും വ്യത്യസ്തരാണെന്നുള്ള തിരിച്ചറിവ് ടീച്ചർക്ക് വേണം. എന്നിരുന്നാൽ മാത്രം നമുക്ക് ആ ഒരു ടീച്ചർ ലേണർ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ കുട്ടിയും തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ കുട്ടികളോട് എന്താണ് ആ ഒരു രീതിയിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ് ഉണ്ടാവുന്ന വഴി കുട്ടികള് പല രീതിയിൽ എൻഗേജ്ഡ് ആക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ്സ് ആണെങ്കിലും അതിന്റെ ടോപ്പിക്സ് ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അല്ലെ. ഒരു ഫിസിക്കൽ പ്രസൻസ് അല്ല വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടത്? മെന്റലി പ്രസൻസ് ക്ലാസ് റൂമിൽ കൊണ്ടുവരണമെങ്കിൽ ടീച്ചറും ലേണറും തമ്മിലൊരു റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. എന്തോ ഇതിൽ പറഞ്ഞോ? റെസ്പെക്ട് വേണം, പരസ്പര ബഹുമാനം. പരസ്പര ബഹുമാനം അത്യാവശ്യമാണ്. ടീച്ചർ റെസ്പെക്ട് ചെയ്യണം അല്ലെ. അതേപോലെ തന്നെ ടീച്ചർ കുട്ടികളെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. വേണം. നമുക്ക് എന്താ റെസ്പെക്ട് ചെയ്ത കുട്ടികളെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങള് അല്ലെങ്കിൽ അവരോട് നമ്മൾ ഒരിക്കലും ഒരു മാനേഴ്സ് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ കുട്ടികളെ നമ്മൾ ബിഹേവ് ചെയ്യരുത് ഒരിക്കലും. അത് അവരെ റെസ്പെക്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യണം അല്ലെ. എന്റെ മോൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതെന്താ എന്നെ ആരും അനുസരിക്കാത്ത? ഞാൻ എല്ലാരും അനുസരിക്കണമെന്ന് പറയുന്നത് എന്റെ അനുസരിച്ച് ഇല്ല ഇല്ല, ചേച്ചി പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോ അതെന്താ അവള് എന്നെ ഞാൻ പറയുന്നത് എന്താ അവള് കേൾക്കാത്തെ? തിരിച്ചു ചോദ്യം ഓക്കെ, ഇനി നമുക്കറിയാം അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ഇമോഷണൽ കണക്ഷൻ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. ആ ക്ലാസ് റൂമിൽ അവിടെ ഹോൾ പ്രസൻസ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ ഒരു നല്ല റിലേഷൻഷിപ്സ് ആദ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ടീച്ചറിന് മാത്രമേ കുട്ടികളെ ക്രിയേറ്റീവ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്സ് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. അതായത് ഒരു സ്കിൽഫുൾ ആയ ടീച്ചേഴ്സിന് മാത്രമേ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ഒരു അധ്യാപികയായിട്ട് മാറും. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ കുറച്ച് കുട്ടികളോട് നമുക്ക് ഒരു പാർഷ്യാലിറ്റിയോ ഒരു ഫേവറേറ്റിസോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ക്ലാസ്സിൽ 50 പേര് നമുക്ക് 50 പേര് ഒരേപോലെയാണെന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കണം നിങ്ങൾ ആ റിലേഷൻഷിപ്സ് കൊണ്ടുപോകേണ്ടത് കേട്ടോ. യെസ്, അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും ഒക്കെ എന്താണ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അതിൽ വരുന്നത് കേട്ടോ, ടീച്ചർ ലേണർ റിലേഷൻഷിപ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലേണർ റിലേഷൻഷിപ്സ്. ലേണർ റിലേഷൻസ് എന്താണ്? ലേണർ റിലേഷൻസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് അതായത് നമ്മുടെ സമപ്രായക്കാരെന്ന് പറയും അല്ലെ. അവരുടെ സ്വാധീനമാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് കേട്ടോ. യെസ്, അതായത് കുട്ടികൾ തമ്മിൽ ക്ലാസ് റൂമിൽ എങ്ങനെയുള്ള റിലേഷൻ ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മാക്സിമം നമ്മൾ ഫ്രണ്ട്ലി അപ്രോച്ചസിനാണ് കൊടുക്കുന്നത് അല്ലെ. ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്സ് ഉണ്ടാക്കി വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളെയും കൂടി പരസ്പരം അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം അവരെ അല്ലെ. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആ പേരില് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. പഴയ കാലഘട്ടം നമ്മളൊക്കെ പഠിച്ച സമയത്താണ് നമുക്ക് നമ്മുടെ കൂട്ടുകാരെ അറിയായിരുന്നു അല്ലെ. സങ്കടം പറഞ്ഞ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലായിരുന്നു. ഇപ്പൊ ഇമോഷൻസ് അവർക്ക് വാട്സപ്പിൽ അറിയുള്ളൂ അല്ലെ. വാട്സപ്പിൽ ഒരു ഇമോജി കണ്ടാൽ അറിയുന്ന കുട്ടികളായിപ്പോ ഇപ്പൊ അല്ലെ.
അതാണ് അവരുടെ ഇമോഷൻ. അവർക്കത് അറിയില്ല. യെസ്, ഇപ്പൊ നമ്മുടെ നോർമൽ ക്ലാസ്സിൽ വന്ന പോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അത്യാവശ്യമാണ് അല്ലെ. ഇന്ററാക്ഷൻ വേണമെങ്കിൽ അവർ തമ്മിലൊരു ആ ഒരു ബോണ്ടിങ് വേണം അല്ലെ. കുട്ടികൾ തമ്മിൽ നമ്മളിപ്പോ പറയും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് അത് അറിയില്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒന്നും അറിയില്ല ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യം എന്താണ്. അല്ല, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഫ്രണ്ടിനെ എങ്ങനെയൊക്കെ നമ്മൾ കൂടെ നിർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശരിക്കും ഒരു കുട്ടിയുടെ പഠന പ്രക്രിയയിൽ അധ്യാപകനെ പോലെ തന്നെ അവനെ സ്വാധീനിക്കുന്ന മറ്റൊരാളാണ് എന്ത്, അവരുടെ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താണ്, അവർക്ക് ഒരേ ഇമോഷൻസും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. നമ്മുടെ ഇപ്പൊ ടീച്ചറിനേലും കൂടുതൽ ഇവര് ഏറ്റവും കൂടുതൽ ഒരു ഇന്ററാക്ഷൻസ് കൂടുതൽ ഉണ്ടാവുന്നതും ആരോടായിരിക്കും, പിയർ ഗ്രൂപ്പ്സ്, അവരുടെ കൂടെ സമപ്രായമുള്ള അവരുടെ കൂട്ടുകാരോടായിരിക്കും അല്ലെ. ഇതിൽ നിന്നാണ് നമ്മൾ ഏത് ഡെവലപ്മെന്റ്സിലേക്ക് പോകുന്നത്, ഏത് റിലേഷൻഷിപ്സിലേക്ക് പോകുന്നത്, മറ്റായിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്സിലേക്ക് കുട്ടികൾ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഈ കുട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. അതായത് സമപ്രായക്കാരായിട്ടുള്ള പിയർ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിന്നാണ് നമ്മുടെ മുകളിലേക്ക് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, വളരെ ഒരു കാര്യം ചോദിക്കട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് അടുത്ത ഫ്രൈഡേ നിങ്ങൾക്ക് 1:30 ഫ്രീ ആണോ നിങ്ങൾ? നെക്സ്റ്റ് ഫ്രൈഡേ, അടുത്ത ആഴ്ച എല്ലാവരും ഫ്രീ ആണോ? അടുത്ത ആഴ്ചത്തെ അറിയില്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല, ഉണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അടുത്ത ഫ്രൈഡേയില് ടീച്ചർ 1:30 ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഓക്കെ, ശ്രമിക്കാം മാം. ക്ലാസ് വെച്ച് അത്യാവശ്യം നമ്മളൊരു 3 മണി വരെ അല്ലെങ്കിൽ 2:45 അത്രയെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. കാരണം നമുക്കിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ 13 ബാച്ചിന്റെ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയെന്നാണ് ഇൻഫോർമേഷൻ പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിൽ കൂടുതലായി തോന്നുന്നപ്പോ അവരുടെ കോൺവൊക്കേഷൻ ഇരുത്താൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്ലാസ്സുകൾ തീർക്കണമെന്നുണ്ട്. ഓക്കെ, എനിക്ക് ഓടിച്ചെടുത്ത് ക്ലാസ് എടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രീഫ് ചെയ്യാനാണെങ്കിൽ പോലും അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് പറഞ്ഞു തരാന്നുള്ളത് നമ്മൾ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഏറ്റവും അനീതിയാണ്. അപ്പൊ അത്യാവശ്യം സമയം എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് 1:30 ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടുമെന്ന് തോന്നുന്നു. കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിർത്താം. മാം നെക്സ്റ്റ് ഫ്രൈഡേ ആണോ മാം പറയുന്നത്? ഫ്രൈഡേ. അപ്പോ തേഴ്സ്ഡേ മാം തന്നെയാണോ വരുന്നത് നെക്സ്റ്റ്? സോറി തേഴ്സ്ഡേ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. സോറി, ഡേ മാറിപ്പോയതാണോ? തേഴ്സ്ഡേ തന്നെ കേട്ടോ. തേഴ്സ്ഡേ, നെക്സ്റ്റ് തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ല തേഴ്സ്ഡേ 1:30 to മാക്സിമം 3 മണിയോ അല്ലെങ്കിൽ 2:45 അതിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. എപ്പൊ തീരുന്നു അപ്പൊ നിർത്താം. 3 മണിക്ക് അപ്പുറം പോവില്ല. 3 മണി കഴിയുമ്പോഴല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കുട്ടികളെ കൊണ്ടുവരാനൊക്കെ അങ്ങനെയൊക്കെ. കുഞ്ഞുങ്ങൾ ഇപ്പൊ സ്കൂളിൽ 1 മണിക്ക് വിടുന്നുണ്ട് മാം, എക്സാം അല്ലേ. എക്സാം ആയതുകൊണ്ടല്ലേ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ അറിയിക്കാം. ഒരു ഇൻഫോം ചെയ്യും നിങ്ങൾക്ക് തേഴ്സ്ഡേ ഇത്ര ടൈമിലാണെന്നുള്ളത് കേട്ടോ. കുഴപ്പമില്ല മാം, എന്തായാലും ഇപ്പൊ പറയാട്ടോ ക്ലാസ്സില്, ഇപ്പൊ പറയാം പറ്റില്ല എന്നാണെങ്കിൽ പറയാട്ടോ. ഇല്ല അവൈലബിൾ ആവും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ക്ലാസ്സും കൂടി എനിക്ക് കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ മാക്സിമം പറ്റാവുന്നവര് കയറാൻ, അല്ലാത്തവര് റെക്കോർഡ് കാണാം കേട്ടോ. എന്തായാലും ഈ അടുത്തൊരു ക്ലാസ് റെക്കോർഡർ കാണുന്നവരാണെങ്കിൽ അത് നിർബന്ധമായിട്ട് കാണണേ. ലാസ്റ്റ് ഭാഗങ്ങൾ കുറച്ചും കൂടി ഉണ്ട്, അതുകൂടി ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.